അമ്മേ യോ ലവൻ മരുന്നൊക്കെ അമ്മോ തെറ്റാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യണോടി. കളിക്കാതെ മാറിയിരുന്ന് കൈയടിച്ചാ മതി, തെറ്റത്തില്ല. ശൈലശേഷി കൈയൊക്കെ അങ്ങോട്ട് പൊക്കി കളിച്ചേ. നൈറ്റ് ടൈറ്റാ അതാ, അല്ലാതെ അറിയാത്തോണ്ടും അല്ല, കൈ പൊങ്ങാത്തോണ്ടും അല്ല. എല്ലാരും അങ്ങോട്ട് ചാടി നിന്നേ. അമ്മ മെല്ലെ ചാടണേ. അതെന്താ? പഴമയിൽ തഴുകി നിൽക്കുന്ന വീടാ, അമ്മ എങ്ങണം ചാടിയാ മെഴുകി വീഴും. പക്ഷെ അമ്മ പേടിക്കണ്ട, എയർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ, സേഫ് ലാൻഡിങ് ആയിരിക്കും. രമണിയൊക്കെ എന്നും ഇങ്ങനെ ചാടിയാ മതി, തടിയൊക്കെ കുറയും. അത് ചാടുന്നവർക്ക്, തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ സോങ് കളിക്കുന്നവർക്ക് എന്താ പറയാന്. ഈ കൂട്ടത്തിൽ സൂപ്പറായിട്ട് തിരുവാതിര കളിക്കുന്ന ആരാ? കഷ്ടം. എല്ലാരും അടിപൊളിയായിട്ടാ കളിക്കുന്നത്. എന്നിട്ട് അമ്മ പറഞ്ഞല്ലോ, സീത പറഞ്ഞു അമ്മയാ സൂപ്പറായിട്ട് തിരുവാതിര കളിക്കുന്നതെന്ന്. ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞേ അങ്ങനെ? നിങ്ങളുടെ തിരുവാതിരയുടെ ഗ്യാങ്ങിന്റെ പേരെന്തുവാ? ഞാനാ മെയിൻ. ആ എന്നാ ആലിബാബ 5-8 കള്ളികൾ നിട്ടാ മതി. നാളെ പരിപാടിയുണ്ട്, ആരും തെറ്റിച്ചേക്കരുത്. പേടിക്കണ്ട, അമ്മ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടോളാം. എനിക്കൊരു ലോങ് ലീവ് വേണം. എന്തിനാ? സബ് ജയിൽ വരെ ഒന്ന് പോണം. ഈ തിരുവാതിര നമുക്കൊരു വൻ വിജയമാക്കണം. അമ്മ മെയിൻ്റെ ബാഡ്ജ് മേടിക്കണം, എന്നിട്ട് അവരോട് അവിടെ നിൽക്കി, ഇവരോട് ഇവിടെ നിൽക്കി. അമ്മ സ്റ്റേജിൽ നിൽക്കരുത്, അമ്മ വെളി ഇറങ്ങി സ്റ്റേജിന്റെ വെളി കസേര ഇരിക്കണം, എന്നിട്ട് കൈ അടിച്ചാൽ മതി. പരിപാടി വൻ വിജയമായിരിക്കും. എടാ വീട്ടിൽ പോ. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, കൊന്ന തയ്യന്നാരു കൊടുത്തു പൊന്നു കൊണ്ടൊരു മണിമാല, സഖി പൊന്നു കൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലക്കാര് കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി.